അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1930. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നേതൃത്വത്തെ ആക്രമിച്ച് പാർട്ടിയെ തകർക്കാനാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. വർഗീയ പ്രീണന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും EP ജയരാജൻ. CPM പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം കണ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിയാരം ഏമ്പേറ്റ് ജംഗ്ഷനിൽ മേൽപ്പാലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം തുടങ്ങി. ശനിയാഴ്ച രാവിലെ ഏമ്പേറ്റിലെ സമരപന്തലിൽ പരിയാരം സെന്റ് സേവിയേഴ്സ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ലോറൻസ് അനിശ്ചിതകാല ധർണ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ പണ്ഡിറ്റ് VPK പൊതുവാൾ അനുസ്മരണവും പണ്ഡിത സേവാ പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. റിട്ടയർഡ് DGP B സന്ധ്യ IPS ഉദ്ഘാടനം നിർവഹിച്ചു. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം. കലോത്സവ നഗരിയിലെത്തുന്നവരുടെ ശ്രദ്ധയാകർഷിച്ച് കേരളത്തിന്റെ തനതായ ചുണ്ടൻ വള്ളവും വിശ്രമിക്കാനും സെൽഫി എടുക്കാനുമായി മെടഞ്ഞോലയും പുല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച തണലിടവും. വാർത്തകൾ വിശദമായി. നേതൃത്വത്തെ ആക്രമിച്ച് പാർട്ടിയെ തകർക്കാനാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. വർഗീയ പ്രീണന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും EP ജയരാജൻ പറഞ്ഞു. CPM പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം കണ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPM പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനത്തിന് കണ്ണപുരത്ത് ആവേശകരമായ തുടക്കം. കണ്ണപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ M കുഞ്ഞമ്പു പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്താ മാധ്യമങ്ങളെ പൂർണ്ണമായി ഉപയോഗിക്കുകയാണ്, പണം കൊടുത്ത് പ്ലാൻ ചെയ്ത് നടത്തുകയാണ്. വലിയ ആഴത്തിലുണ്ടതിന്റെ പേര്. തീർച്ചയായും ഇത് മനസ്സിലാക്കി ഉയർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ ഉയർന്ന് പ്രവർത്തിക്കുന്നതിലേക്കാണ് നമ്മുടെ പാർട്ടി സഖാക്കൾ കേന്ദ്രീകരിക്കേണ്ടത്. പാർട്ടിയെ തകർക്കാൻ ഒരാളെയും അനുവദിക്കില്ല. പാർട്ടിക്കകത്ത് വിമർശനങ്ങളാകാം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കലല്ല, പാർട്ടിയെ തകർക്കലാണ്. അതിനുവേണ്ടി വാർത്തകൾ ഉണ്ടാക്കുകയാണ്, വാർത്തകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ്. അതിന്റെ വലിയൊരു ശൃംഖലയാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. P ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. KP രാജൻ രക്തസാക്ഷി പ്രമേയവും KV ശ്രീധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. P ഗോവിന്ദൻ, PP ഷാജിർ, MC റെമിൽ, ആര്യ രാജീവൻ എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത്. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TV രാജേഷ്, V ശിവദാസൻ MP, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M സുരേന്ദ്രൻ, കാരായി രാജൻ, TK ഗോവിന്ദൻ, PV ഗോപിനാഥ്, P പുരുഷോത്തമൻ, KV സുമേഷ് MLA, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K സന്തോഷ്, K പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു. സംഘാടക സമിതി ചെയർമാൻ N ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി T ചന്ദ്രൻ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ ചർച്ച തുടങ്ങി. 10 ലോക്കലുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 150 പ്രതിനിധികളും 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. പൊതുസമ്മേളനം ഞായറാഴ്ച വൈകിട്ട് 4:30 ചെറുകുന്ന് കതിരിവെക്കും തറയ്ക്ക് സമീപം സീതാറാം യെച്ചൂരി നഗറിൽ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം ഏമ്പേറ്റ് ജംഗ്ഷനിൽ മേൽപ്പാലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം തുടങ്ങി. ശനിയാഴ്ച രാവിലെ ഏമ്പേറ്റിലെ സമരപന്തലിൽ അനിശ്ചിതകാല ധർണ പരിയാരം സെന്റ് സേവിയേഴ്സ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ലോറൻസ് ഉദ്ഘാടനം ചെയ്തു.
ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പരിയാരം മേമ്പേറ്റിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ മേൽപ്പാലം അനുവദിക്കണമെന്ന ആവശ്യത്തിന് 2 വർഷത്തെ പഴക്കമുണ്ട്. പ്രവൃത്തി തുടങ്ങിയപ്പോൾ തന്നെ ആവശ്യം ഉയർന്നിരുന്നു. രാഷ്ട്രീയ കലാ സാംസ്കാരിക സംഘടനകളും മതസ്ഥാപനങ്ങളും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ജനപ്രതിനിധികളെയും സംസ്ഥാന കേന്ദ്രമന്ത്രിമാരെയും ദേശീയപാത അതോറിറ്റിയെയും പലതവണ ബന്ധപ്പെട്ടുവെങ്കിലും മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. റോഡിന് ഇരുവശങ്ങളിലുമായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളും ആരാധനാലയങ്ങളുമുണ്ട്. 2000-ലധികം വീടുകളിൽ താമസിക്കുന്നവർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലേക്ക് ബന്ധപ്പെടേണ്ടി വരുന്നുണ്ട്. നിലവിലെ സ്ഥിതിയിൽ 3 കിലോമീറ്റർ അധികം ഇരുഭാഗത്തേക്കും ചുറ്റി സഞ്ചരിച്ചാൽ മാത്രമേ ഏമ്പേറ്റ് ജംഗ്ഷനിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. താമസം ഒരു ഭാഗത്തും കൃഷിയിടങ്ങൾ മറുഭാഗത്തുമായതോടെ കൃഷി തന്നെ മുടങ്ങുന്ന സ്ഥിതിയാണുള്ളത്. ഏമ്പേറ്റിൽ മേൽപ്പാലമോ അടിപ്പാലമോ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടത്തുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാ ജനപ്രതിനിധികളെയും നമ്മുടെ MP, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അതുപോലുള്ള ജോൺ ബ്രിട്ടാസ് എല്ലാവരെയും എല്ലാ ജനപ്രതിനിധികളെയും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും അതിന് അനുകൂലമായ ഒരു റിസൾട്ട് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 ദിവസമാണ് സമരം നടത്തിയതെങ്കിലും ഇപ്രാവശ്യം നമ്മൾ അനിശ്ചിതമാണ് സമരം. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെയാണ് ഞങ്ങൾ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ എല്ലാ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഈ സമരം വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ദേശീയപാത താഴ്ത്തിയെടുത്ത സ്ഥലത്തു കൂടി കടന്നു പോകുന്നതിനാൽ ഏമ്പേറ്റ് ജംഗ്ഷനിൽ നിന്ന് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്കും കടന്നപ്പള്ളി ഭാഗത്തേക്കുമുള്ള റോഡുകൾക്ക് സമാന്തരമായി മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ഭൗതിക സാഹചര്യമുണ്ടെന്നും ഇതിന് അനുകൂല തീരുമാനമുണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. ഇവിടെ ഒരു മേൽപ്പാലം അനുവദിച്ച് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജനങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ സമരത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ ആക്ഷൻ കമ്മിറ്റി എന്ന രീതിയിൽ തീരുമാനിച്ചിട്ടുള്ളത്. മേൽപ്പാലം അനുവദിച്ച് കിട്ടുന്നത് വരെ നമ്മൾ ഈ ധർണാ സമരവുമായി മുന്നോട്ട് പോകും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ വീരമണി അധ്യക്ഷത വഹിച്ചു. PV ഗോപാലൻ, TV പത്മലോചനൻ, KG ജോണി, E തമ്പാൻ, PV രാജൻ, E വേണു, IV കുഞ്ഞിരാമൻ, അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂരിൽ പണ്ഡിറ്റ് VPK പൊതുവാൾ അനുസ്മരണവും പണ്ഡിത സേവാ പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. റിട്ടയർഡ് DGP B സന്ധ്യ IPS ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതി, ജ്യോതിസദനം ട്രസ്റ്റ്, AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഗണിത ജ്യോതിഷ ചക്രവർത്തി ജ്യോതിർഭൂഷണം പണ്ഡിറ്റ് VPK പൊതുവാൾ അനുസ്മരണവും പണ്ഡിത സേവാ പുരസ്കാര സമർപ്പണവും നടന്നു. പയ്യന്നൂർ ജ്യോതിസദനത്തിൽ നടന്ന ചടങ്ങിൽ ഈ വർഷത്തെ പണ്ഡിത സേവാ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത നർത്തകൻ NV കൃഷ്ണൻ മാസ്റ്റർക്ക് പുരസ്കാരം സമർപ്പിച്ചു. റിട്ടയർഡ് DGP ഡോക്ടർ B സന്ധ്യ IPS സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാറ്റം ഏതു വിധത്തിൽ വേണമെങ്കിലും ആവാം. അത് ആശാസ്യമായതോ അനാശാസ്യമായതോ ആവാം. അപ്പൊ ആശാസ്യമായ മാറ്റം പുതുതലമുറയ്ക്ക് സംഭവിക്കണമെങ്കിൽ നമ്മുടെ വേരുകൾ എന്താണ്, എവിടെ നിന്ന് നാം തുടങ്ങി, നമ്മുടെ പാരമ്പര്യം എന്താണ്, ഭാരതീയ സംസ്കാരം, കലകൾ, ഇതൊക്കെ എന്താണ്, ഇവിടുത്തെ ശാസ്ത്രം എന്താണ്, ഇവിടുത്തെ ഭാഷ എന്താണ്, ഇതെല്ലാം അറിയുമ്പോഴാണ് സാധ്യമാകുന്നത്. AKP സമിതി പ്രസിഡന്റ് സദനം നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. AKP ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ E ശ്രീധരൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. VPK പൊതുവാളുടെ സഹധർമ്മിണി P ജാനകിയമ്മ അവാർഡ് സമർപ്പണം നിർവഹിച്ചു. ഷാജി കരിപ്പത്ത് അനുസ്മരണ ഭാഷണം നടത്തി. ജ്യോതിഷത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ കൂറ്റനാട് KS രാവുണ്ണിപ്പണിക്കർ സ്മാരക ഭാഷണം നടത്തി. ചടങ്ങിന് AKP സമിതി സെക്രട്ടറി വിജയകൃഷ്ണൻ KP സ്വാഗതം ആശംസിച്ചു. പുരസ്കാര ജേതാവ് NV കൃഷ്ണൻ മാസ്റ്റർ മറുമൊഴി ഭാഷണം നടത്തി. AKP സമിതി ട്രഷറർ U നാരായണൻ നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം. കേരളത്തിന്റെ തനതായ ചുണ്ടൻ വള്ളവും വിശ്രമിക്കാനും സെൽഫി എടുക്കാനുമൊക്കെയായി മെടഞ്ഞോലയും പുല്ലും ഉപയോഗിച്ച് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി നിർമ്മിച്ച തണലിടവും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. കലോത്സവങ്ങളൊക്കെയും ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിലും ഈ കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവം ഇവിടെ ഉദനൂർ സ്കൂളിൽ നടക്കുമ്പോൾ 100% ഗ്രീൻ പ്രോട്ടോകോളോട് നീതി പുലർത്തിയ ഒരു കലോത്സവം എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ സ്കൂളിന് തൊട്ടുമുന്നിൽ, അതായത് മെയിൻ വേദിക്ക് തൊട്ടരികിൽ ഇവിടെ ഈ ഓല മടഞ്ഞുകൊണ്ട് കേരളത്തിന്റെ തനതായ ഒരു ചുണ്ടൻ വള്ളം മുതൽ അങ്ങോട്ടേക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി, ആളുകൾക്ക് തണലത്ത് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇരിപ്പിടമടക്കമുള്ള
ഭംഗിയുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കലോത്സവ വേദിയിൽ എത്തുന്ന മുഴുവൻ പേരുടെയും ഒരു ശ്രദ്ധ കവരുന്ന ഇടമായിട്ടാണ് ഇപ്പോൾ ഇത് മാറിയിട്ടുള്ളത്. ഓലമടഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ കലോത്സവ നഗരിയിൽ നടക്കുമ്പോൾ SPCയുടെയും അതുപോലെ NSSന്റെയും ഒക്കെ കടകൾ കണ്ടിരുന്നു. ചായക്കടകളൊക്കെ ഒരു 80s 90s ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുമറന്ന ഓല മെടഞ്ഞ ചായക്കടകളുമൊക്കെ അത്തരത്തിലൊരു പഴമയുടെ ഭംഗി അങ്ങനെ തന്നെ വിളിച്ചോതുന്ന കലോത്സവമായി ഇത് മാറുന്നുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ കൃത്യമായി ഇവിടെ പാലിക്കപ്പെടുന്നു. ഈ ഒരു ഇരിപ്പിടം തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആളുകൾ ഇവിടെ എത്തുകയും സെൽഫി എടുക്കുകയും ഉച്ചനേരങ്ങളിലൊക്കെ ആ വെയിലിലൊക്കെ നടന്ന് ക്ഷീണിക്കുന്നവർ ഇവിടെ വന്ന് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും ഭംഗിയുള്ള കാഴ്ച തന്നെ ഈ കലോത്സവ നഗരി പകരുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഗ്രീൻ പ്രോട്ടോകോളിന്റെ മുഴുവൻ കമ്മിറ്റിയിലെ ആളുകളെയും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം മൂകാഭിനയത്തിൽ മണിപ്പൂർ കലാപ പശ്ചാത്തലം ഗൗരവപൂർവ്വം കാഴ്ചക്കാരിലെത്തിച്ച കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തി. ശബ്ദമില്ലാത്ത മത്സരത്തിൽ അഭിനയ ചാതുരി പുറത്തെടുത്ത വിദ്യാർത്ഥികൾ കാണികളുടെ കയ്യടി വാങ്ങി. മൂകാഭിനയത്തിന്റെ ചടുലതയിൽ ഒരു വിദ്യാർത്ഥിക്ക് ക്ഷീണം അനുഭവപ്പെട്ടുവെങ്കിലും അത് വകവെക്കാതെ തുടർന്ന ടീം സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടി. ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലം നിശബ്ദമായി അവതരിപ്പിച്ചാണ് ചിറ്റാരിക്കൽ ഉപജില്ലയിലെ കമ്പല്ലൂർ സ്കൂൾ വിദ്യാർത്ഥികൾ വിജയം സ്വന്തമാക്കിയത്. ഒരു അപ്പീൽ ഉൾപ്പെടെ 8 ടീമുകൾ മത്സരിച്ച മൂകാഭിനയത്തിൽ 5 സ്കൂളുകൾക്ക് A ഗ്രേഡ് ലഭിച്ചു. സുബിൻ പയ്യന്നൂരാണ് ടീമിനെ പരിശീലിപ്പിച്ചത്. മണിപ്പൂർ കലാപത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിന്. അപ്പോൾ കഴിഞ്ഞ വർഷം അൺഫെയർ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് കാരണം നമ്മൾ കുറെ വിഷമിച്ചിട്ടാണ് ഈ ജില്ലാ വേദിയിൽ നിന്ന് പോയിന്. അത് തിരിച്ചു പിടിച്ചതിന്റെ സന്തോഷമാണ് ഒന്നാമത് നമുക്ക് ഈ പ്രാവശ്യം ഉള്ളത്. വാർത്തകൾ തുടരുന്നു. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവത്തിന് സമാപനമായി. സമാപന ദിവസം നടന്ന പ്രസാദ ഊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന് സമാപനമായി. സമാപന ദിവസമായ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ പ്രസാദകൂട്ട് നടന്നു. പാലക്കാട് വടക്കുംചേരി പുതുക്കോട് സ്വദേശി പരമേശ്വരൻ സ്വാമി എന്ന രവിസ്വാമി, പാറശ്ശേരി വിനോദസ്വാമി എന്നിവരുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘമാണ് പ്രസാദകൂട്ട് ഒരുക്കിയത്. പഴനിസ്വാമി, രാജു, രാമദാസ്, കന്ദസ്വാമി, രമേശ് എന്നിവർ സഹായികളായി കൂടെയുണ്ടായിരുന്നു. 1000 കിലോ ഏത്തപ്പഴം കൊണ്ടുള്ള പുളിശ്ശേരി അടങ്ങുന്ന പാലക്കാടൻ സദ്യയാണ് ക്ഷേത്രത്തിലെ പാചകപ്പുരയിൽ ഒരുങ്ങിയത്. 1500 ലിറ്റർ പാൽ, 1200 കിലോ മത്തൻ, 800 കിലോ കുമ്പളങ്ങ, 1200 കിലോ നേന്ത്രക്കായ, 1400 കിലോ ചേന, 500 കിലോ ചെറുനാരങ്ങ എന്നിവ കൊണ്ടുള്ള 4 കൂട്ടം കറികളും പാൽപ്പായസവും ഉൾപ്പെടുന്നതായിരുന്നു സദ്യ. 25,000-ഓളം ആളുകൾ പ്രസാദകൂട്ടിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഓട്ടോ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ ഇറക്കം മുതൽ KSTP റോഡിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പഴയങ്ങാടി പോലീസ് അലംഭാവം കാണിക്കുന്നു എന്നാരോപിച്ചാണ് പഴയങ്ങാടിയിലെ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. M ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K മനോഹരൻ സ്വാഗതവും പ്രശാന്ത് നന്ദിയും പറഞ്ഞു. പഴയങ്ങാടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഴയങ്ങാടി ചുറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങി. ഏറെ നേരം സ്റ്റേഷനു മുന്നിൽ നിന്ന് പ്രകടനം വിളിച്ചതിനു ശേഷം സ്റ്റേഷനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ അനധികൃത പാർക്കിങ്ങിനെതിരെ വരും ദിവസങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. പ്രകടനത്തിന് K രാധാകൃഷ്ണൻ, സുധാകരൻ പൂങ്കാവ്, K രാജൻ, സജിത്ത് താവം, MA സലീം നെരുവമ്പ്രം തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കലാസാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ സർഗമംഗല കുഞ്ഞിമംഗലം സൗഹൃദഛായം ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൗത്ത് ആൻഡ് ഫുഡ് അസോസിയേഷൻ അംഗവും പ്രശസ്ത ഫുഡ് ആർട്ടിസ്റ്റുമായ വൈശാഖ് ഏറ്റുകൊടുക്ക ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ വിജയൻ അടുക്കാടൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചിത്രകാരന്മാരായ ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം, ബിജു AB, ക്യാമ്പ് ഡയറക്ടർ ആർട്ടിസ്റ്റ് രോഷ്നി തുടങ്ങിയവർ സംസാരിച്ചു.
കലേഷ് കല, വിപിൻ ടി പാലോട്ട്, സന്തോഷ് ചുണ്ട, നിതിൻ പവിത്രൻ, ലീജ ദിനൂപ്, മൃദുല മധു, അനേഷ് ആര്യ, പ്രേം പി ലക്ഷ്മണൻ, മോഹനൻ കുറുവാട്ട്, സുനിത തൃപ്പാണിക്കര, മനോജ് KS, വിനീത് തമ്പാൻ, ലിജു KV എന്നിവർ സൃഷ്ടികൾ നടത്തി. ക്യാമ്പിൽ രചിച്ച 20-ലേറെ ചിത്രങ്ങൾ തത്സമയം ആസ്വാദകർ സ്വന്തമാക്കി. ഇത് മൂന്നാമത്തെ ക്യാമ്പാണ്. ഇത് വളരെ ബ്രീഫ്, വളരെ ചെറിയൊരു നമ്പേഴ്സുള്ള ഒരു ക്യാമ്പാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ഈ ക്യാമ്പിൻ്റെ പ്രധാന ഉദ്ദേശം ഈ ക്യാമ്പിൽ വരക്കുന്ന ചിത്രങ്ങൾ മാർക്കറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സോവനീർ ഇറക്കാനുണ്ട്. ഒരു സോവനീർ നമ്മൾ ഗുരുശിഷ്യ സംഗമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സോവനീർ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഫണ്ട് കളക്ഷനാണ് മെയിൻ ഉദ്ദേശം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രശസ്ത നെഫ്രോളജിസ്റ്റും കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൃക്കരോഗ വിഭാഗ പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ M. ശ്രീലത കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവിയായി ചുമതലയേറ്റു. ആഴ്ചയിൽ തിങ്കൾ, ബുധൻ ദിവസങ്ങളിലാണ് നെഫ്രോളജി വിഭാഗം OP പ്രവർത്തിച്ചു വരുന്നത്. പ്രശസ്ത നെഫ്രോളജിസ്റ്റും കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൃക്കരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ M. ശ്രീലത കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവിയായി ചുമതലയേറ്റു. ഇതോടുകൂടി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനീബ് രാജ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ധനിൻ പുതിയോട്ടിൽ, ലെക്ചറർ ഡോക്ടർ അമിത എന്നിവർ ഉൾപ്പെടെ 4 ഡോക്ടർമാരുടെ സേവനം മെഡിക്കൽ കോളേജിലെ വൃക്കരോഗ വിഭാഗത്തിൽ ലഭിക്കുന്നതാണ്. ദിനംപ്രതി 80ഓളം ഡയാലിസിസ് ചെയ്തു വരുന്ന നെഫ്രോളജി വിഭാഗവും യൂറോളജി വിഭാഗവുമായി ചേർന്ന് സമീപഭാവിയിൽ തന്നെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തുവാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുദീപ് അറിയിച്ചു. നെഫ്രോളജി വിഭാഗത്തിൽ DM കോഴ്സ് തുടങ്ങുവാനും സാധിക്കുന്നതാണ്. നിലവിൽ ആഴ്ചയിൽ തിങ്കൾ, ബുധൻ എന്നിങ്ങനെ 2 ദിവസങ്ങളിലാണ് നെഫ്രോളജി വിഭാഗം OP പ്രവർത്തിച്ചു വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. റോട്ടറി പയ്യന്നൂർ സെൻട്രലിന്റെ മൊബൈൽ ICU വെന്റിലേറ്റർ സൗകര്യത്തോടു കൂടിയ D-ലെവൽ ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സന്തോഷ് ശ്രീധർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നല്ല സുഹൃത്ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ സുഹൃത്ബന്ധങ്ങളിലൂടെ ഉരുത്തിരിയുന്ന നല്ല ആശയങ്ങൾ ജനങ്ങളുടെ നന്മക്കായി സമർപ്പിക്കും. ഉള്ളവരിലുള്ള ആശയങ്ങളും സമ്പത്തും ഇല്ലാത്തവരിലേക്ക് പകരുക എന്ന റോട്ടറിയുടെ സർവീസ് എബോവ് സെൽഫ്, സേവനം സ്വന്തം താല്പര്യങ്ങളെക്കാൾ പ്രധാനം എന്ന അടിസ്ഥാന തത്വത്തിലൂന്നിട്ടുള്ള റോട്ടറിയുടെ പ്രവർത്തനങ്ങൾ സേവന രംഗത്തേക്കും തൊഴിൽപരമായ ധാർമ്മികതയിലേക്കും അന്തർദേശീയ ധാരണയിലേക്കും വേരോട്ട് ലഭിക്കുകയും. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് ഷേണായി സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മുഖ്യാതിഥിയായി. പയ്യന്നൂർ DYSP K. വിനോദ് കുമാർ, റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ VG നായനാർ, പ്രമോദ് നായനാർ എന്നിവർ വിശിഷ്ടാതിഥികളായി. റോട്ടറി പയ്യന്നൂർ സെൻട്രൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രമോദ് ഉദിനൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് സെക്രട്ടറി CR നമ്പ്യാർ, സോണൽ കോർഡിനേറ്റർ മനോജ് VKV, അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ CD ജോസ്, രമേശൻ മാപ്പിടിച്ചേരി, അശോകൻ കോടിയത്ത്, അഡ്വക്കേറ്റ് CV പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഉപജില്ലാതലം മലർവാടി മഴവിൽ ചിത്രരചനാ മത്സരം പയ്യന്നൂർ ISD ഇംഗ്ലീഷ് സ്കൂളിൽ നടന്നു. 250ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ ഉപജില്ലാതല മലർവാടി മഴവിൽ ചിത്രരചനാ മത്സരം പയ്യന്നൂർ ISD ഇംഗ്ലീഷ് സ്കൂളിൽ നടന്നു. നഴ്സറി തലം മുതൽ UP വരെ 4 വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത്. 250ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. സമാന്തരമായി രക്ഷിതാക്കൾക്ക് പുതിയ കാലഘട്ടത്തിൽ മക്കളെ എങ്ങനെ വളർത്താം എന്ന വിഷയത്തിൽ CAGI പരിശീലക സാബിറ ചർച്ചമ്പലപ്പള്ളി ക്ലാസ് എടുത്തു. ഒന്ന്, എത്ര ബാത്റൂം ഉണ്ടോ അത്രയും സോപ്പ് ഉണ്ടാവും, അത്രയും ബ്രാൻഡ് സോപ്പ് ഉണ്ടാവും. ആരൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ. പണ്ട് നമ്മൾ അലക്ക് സോപ്പിട്ട് കുളിച്ച് ആരോഗ്യം അലക്ക് സോപ്പിട്ട് കുളിച്ച് ഉണ്ടോ. നമ്മളെ തലമുറയിലെ ആൾക്കാർ കുളിക്കുന്ന സോപ്പ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും സോപ്പ് വാങ്ങിച്ചൊന്നും വെക്കൂല. അത് നാവ് പോലെയൊക്കെ ആയിട്ടുണ്ട്. ചിലപ്പോൾ അതങ്ങനെ മേത്തേച്ച മുറിഞ്ഞൊക്കെ പോകും, അത്രയും മുറിച്ചില്ലേ. മത്സരത്തിന് മൂല്യനിർണ്ണയത്തിന് അരുൺ മാസ്റ്റർ, ദാമോദരൻ വെള്ളോറ, നജീബ് മാടായി എന്നിവർ നേതൃത്വം നൽകി. പയ്യന്നൂർ DYSP വിനോദ് കുമാർ K പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് പയ്യന്നൂർ DYSP വിനോദ് കുമാർ K, ISD സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് പൊതുവാൾ, മലർവാടി ജില്ലാ രക്ഷാധികാരി മുഹമ്മദ് സാജിദ് നദ്വി, ആസാദ് SAP, മുഹമ്മദ് റഫീഖ് TK, CKA ജബ്ബാർ, ഹസൻകുട്ടി PV എന്നിവർ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മലർവാടി ജില്ലാ രക്ഷാധികാരി മുഹമ്മദ്, DYSP വിനോദ് കുമാർ K, വിധികർത്താക്കൾ എന്നിവരെ ആദരിച്ചു. മത്സരങ്ങൾക്ക് മലർവാടി ഏരിയ കോർഡിനേറ്റർ ഷിഹാബ് അരവഞ്ചാൽ, സൽമത്ത് K, സമീറ ടീച്ചർ, ജുനൈദ് K എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റി കരിവള്ളൂർ നോർത്ത് ലോക്കൽ ഗ്രൂപ്പ് ആഭിമുഖ്യത്തിൽ കരിവള്ളൂർ പെരളം പഞ്ചായത്ത് ക്ഷേമാലയം ബഡ് സ്പെഷ്യൽ സ്കൂളിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെയും കരിവള്ളൂർ നോർത്ത് ലോക്കൽ ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കരിവള്ളൂർ പെരളം പഞ്ചായത്ത് ക്ഷേമാലയം ബഡ് സ്കൂളിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്നേഹമുണ്ടാകും, അങ്ങനെയുള്ള വ്യക്തികളെല്ലാം ചേർന്നുകൊണ്ടാണ് IRPC സംഘടന എന്ന നിലയിൽ അടുത്ത കാലത്തായി രൂപീകരിച്ചതാണെങ്കിലും ജനങ്ങളുടെ എല്ലാം മനസ്സിൽ IRPC എന്താണ്, ആ പ്രസ്ഥാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ലക്ഷ്യം എന്നതിനെക്കുറിച്ച് വലിയ നിലയിൽ തിരിച്ചിരിക്കുക. സ്നേഹം പല രൂപത്തിലുണ്ട്, സഹായം പല രൂപത്തിലുമുണ്ട്. സോണൽ കൺവീനർ PV ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ശ്യാമള, സ്കൂൾ പ്രിൻസിപ്പൽ A ദീപിക, PTA പ്രസിഡന്റ് PP സെയ്ദ്, K രവീന്ദ്രൻ, E കരുണാകരൻ, TV നാരായണൻ, TV രാജു തുടങ്ങിയവർ സംസാരിച്ചു. A മുകുന്ദൻ, K രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പാട്ടുപാടാം കൂട്ടുകൂടാം കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആയുഷ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നെരുവമ്പം പ്രീ മെട്രിക് ഹോസ്റ്റൽ അങ്കണത്തിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ്, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സഹകരണത്തോടെ ആയുഷ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നെരുവമ്പ്രം പ്രീ മെട്രിക് ഹോസ്റ്റൽ അങ്കണത്തിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം ഇന്നും കൂടി വേണം ചില ചികിത്സയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഇന്നുകൊണ്ട് അതും വേണം അല്ലേ. അതൊക്കെ ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിങ്ങളെ ചേർത്ത് പിടിച്ച് എല്ലാവരും ഒന്നിച്ചു ചേർത്ത് അല്ലേ. നിങ്ങൾ സമൂഹത്തിൻ്റെ ഒരു സമ്പത്താണ്, അല്ലാതെ ഒരു അച്ഛനും അമ്മേൻ്റെ മാത്രം സമ്പത്തല്ല, സമൂഹത്തിൻ്റെ സമ്പത്താണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു സമ്പത്തായി നല്ല രീതിയിൽ വളരാനും പഠിക്കാനും വളരാനും നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളോ എന്ത് വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്തിനെ അറിയിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെയുണ്ട്, അതുപോലെ ഗവൺമെൻറ് ഇവിടെയുണ്ട്. ഇവിടെയുള്ള എല്ലാ ആളുകളും നിങ്ങൾ എന്ത് ചെയ്യും, സഹായിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബുജാക്ഷൻ PP അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം GHD മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു KJ ക്യാമ്പ് വിശദീകരിച്ചു. തോമസ് KP, AV രവീന്ദ്രൻ, TP സരിത, ശ്രുതി K തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കേരളോത്സവം അത്ലറ്റിക്സ് മത്സരങ്ങൾ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ വെച്ച് നടന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കേരളോത്സവം അത്ലറ്റിക് മീറ്റ് മത്സരങ്ങൾ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ നടന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ അധ്യക്ഷത വഹിച്ചു. K മോഹനൻ, CI വത്സല ടീച്ചർ, VA കോമളവല്ലി, TV സുധാകരൻ, N കാർത്യായനി, PV സുരേന്ദ്രൻ, ജംഷീർ ആലക്കാട്, ഷിബു കരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ഓട്ടമത്സരം, ഷോട്ട് പുട്ട്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, ജാവലിൻ ത്രോ തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നേതൃത്വത്തെ ആക്രമിച്ച് പാർട്ടിയെ തകർക്കാനാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. വർഗീയ പ്രീണന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും EP ജയരാജൻ. CPM പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം കണ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിയാരം ഏമ്പേറ്റ് ജംഗ്ഷനിൽ മേൽപ്പാലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം തുടങ്ങി. ശനിയാഴ്ച രാവിലെ ഏമ്പേറ്റിലെ സമരപന്തലിൽ പരിയാരം സെന്റ് സേവിയേഴ്സ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ലോറൻസ് അനിശ്ചിതകാല ധർണ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ പണ്ഡിറ്റ് VPK പൊതുവാൾ അനുസ്മരണവും പണ്ഡിത സേവാ പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. റിട്ടയർഡ് DGP B സന്ധ്യ IPS ഉദ്ഘാടനം നിർവഹിച്ചു.
പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം. കലോത്സവ നഗരിയിലെത്തുന്നവരുടെ ശ്രദ്ധയാകർഷിച്ച് കേരളത്തിന്റെ തനതായ ചുണ്ടൻ വള്ളവും വിശ്രമിക്കാനും സെൽഫി എടുക്കാനുമായി മെടഞ്ഞോലയും പുല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച തണലിടവും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.